വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയും ജയശ്രീയും കൂടി അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജയശ്രീ ആണെങ്കിൽ ഇങ്ങനെ തേങ്ങ തിരുകുകയും ശാലിനിയുടെ മലക്കറിയൊക്കെ അരിയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ജയശ്രീയോട് ചോദിക്കുന്നുണ്ട്, വെച്ചുണ്ടാക്കാനൊക്കെ അറിയാം, പാചകമൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത്യാവശ്യമൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയതാണെല്ലാം, കുറേശ്ശെ ഇതിനൊക്കെ പറഞ്ഞു തരാം, നല്ല ഒരു പാചകക്കാരിയാക്കിയിട്ടേ ജയശ്രീ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുട്ടികൾ അവിടെ എവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. അന്നേരം ഓടല്ലേ എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ജയശ്രീ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, കാറൊക്കെ കഴുകിയിടുന്നു എന്ന് പറയുമ്പോൾ അതെന്നും ചെയ്യുന്നതല്ലേ, ഇന്നിപ്പോൾ എങ്ങോട്ട് പോകാനാന്ന് പറയുമ്പോൾ സത്യയും പപ്പിയും കൂടി വരികയാണ്. സത്യ പറയുന്നുണ്ട്, ദേ അച്ഛൻ പറഞ്ഞു പോകാൻ സമയമായി, കഴിക്കാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു എന്ന്. അന്നേരം ഇന്നിനിപ്പോൾ എങ്ങോട്ടാണെന്നും പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു വണ്ടിയൊക്കെ കഴുകിയിട്ട ശേഷം ആരെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കുറച്ച് തേങ്ങ തരുമോ എന്നിങ്ങനെ സത്യയും പപ്പിയും ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ജയശ്രീ തേങ്ങ തിരിയതൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ജോലിക്ക് പോകണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇന്ന് ലീവാണല്ലോ, കളക്ടർ ലീവാണ്, പിന്നെ കളക്ടറോട് സാരഥി ഇത് എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, കളക്ടർക്ക് മാസ ശമ്പളമാണ്, സാരഥിക്ക് ദിവസ ശമ്പളമാണ്, പിറന്നാളൊക്കെ അങ്ങ് പോകും, ജോലി അത് വിട്ടാലായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവർ തങ്ങളിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പിന്നെ ഞാനിതൊക്കെ വെച്ചുണ്ടാക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയശ്രീ ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് വിഷ്ണുവേട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ പോകണ്ടെന്ന് പറയുമ്പോൾ പിറന്നാളായിട്ട് ജോലിക്ക് പോകാതിരുന്നാൽ എങ്ങനെയാണ്, പിറന്നാളൊക്കെ അടുത്ത വർഷവും വരും, ജോലിക്ക് പോയില്ലെങ്കിലേ ശരിയായില്ല, ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒപ്പിട്ടില്ലെങ്കിലേ ശമ്പളം അങ്ങ് പോകുമെന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാലിനി എത്ര പറഞ്ഞിട്ടും വിഷ്ണു ആണെങ്കിൽ ജോലിക്ക് പോകുമെന്നുള്ള ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ രാഘവൻ നായരും പിന്നെ പിള്ളയും കൂടി ഓട്ടോയിൽ വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ വന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണു. അന്നേരം സത്യയും പപ്പിയും കൂടി അച്ഛച്ചാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട്. രണ്ടുപേർക്കും രാഘവൻ നായർ ഇങ്ങനെ മുത്തമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം നീ എങ്ങോട്ട് പോവുകയെന്ന് ചോദിക്കുമ്പോൾ അത് ജോലിക്ക് എന്ന് പറയണം. പിറന്നാളായിട്ട് ജോലിക്ക് പോകണോ, ലീവ് എടുത്തുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇന്ന് ലീവാണ് അച്ഛാ, പിന്നെ വിഷ്ണുവേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു കളം മാറ്റുന്നുണ്ട്. അതെ അച്ഛാ, ഞാൻ പറഞ്ഞതാണ്, എൻ്റെ പിറന്നാളാണ്, ഭാര്യയും മക്കളും അച്ഛനും ഒക്കെ വരും, അപ്പോൾ എല്ലാവരുമായിട്ട് സദ്യയൊക്കെ കഴിക്കണമെന്നും പറഞ്ഞ് കളക്ടർക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്, പക്ഷേ തരണ്ടേ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അച്ഛാ അതേ പച്ച കള്ളമാണ് പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, ഞാനും ഇന്ന് ലീവാണെന്ന് പറയുമ്പോൾ രാഘവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, കളക്ടറാണെങ്കിൽ വീട്ടിൽ വന്നാലും എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കും, കളക്ടറാണെങ്കിൽ ഫയലും നോക്കി ഇരിക്കത്തേ ഉള്ളൂ, എനിക്ക് ഒരു ജോലിയും ചെയ്തു തരില്ല, കുട്ടികളുടെ കാര്യം നോക്കണമേ, അടുക്കള പണി വരെ ചെയ്യിപ്പിക്കുമെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുകയാണ്. തമാശ രൂപേണയാണ് കാണിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ ഇത് കുട്ടികളോട് ചോദിക്കുന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ആണോ മക്കളെ അമ്മ അച്ഛനെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, ഇല്ല ചച്ചാ, ചുമ്മാതെയാണ്, അമ്മയാണ് ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നതെന്ന്. അന്നേരം പപ്പിയും പറയുകയാണ്, അതെ ചേച്ചിയമ്മയാണ് ഇവിടെ മൊത്തം പണിയും ചെയ്യുന്നതെന്ന്. അന്നേരം ശാലിനിയാണെങ്കിൽ കുട്ടികളെ ചേർത്തങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം അന്വേണ്ടി നീയൊക്കെ കാല് മാറിയല്ലേ, വൈകുന്നേരം ചോക്ലേറ്റ് കൊണ്ടുപോകാന്ന് പറ, ഇപ്പം കൊണ്ടുതരാമെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് സത്യയും പപ്പിയും പറയുകയാണ്, അതെ കുറേശ്ശെ അച്ഛനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് സത്യ പറയുമ്പോൾ പപ്പിയും പറയുന്നുണ്ട്, അതെ ചേച്ചിയമ്മ കുറച്ചൊക്കെ പേടിപ്പിക്കുമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റിന് വേണ്ടി കാല് മാറിയല്ലേ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളയോട് അതിഞ്ഞെടുത്തേന്ന് പറഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് കൊണ്ടുവന്ന് രണ്ടുപേർക്കുമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി അതും കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം സദ്യയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ എന്തിനാ വിഷ്ണു, ഏറെക്കുറെ എല്ലാം ആയി, പിന്നെ ഇതെല്ലാം കാലത്ത് എന്തിനാ ഉണ്ടാക്കിയത്, പോവുകയാണ് പിറന്നാളുകാരനെന്നൊക്കെ ഇങ്ങനെ ശാലിനി പരാതി പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, മോളെല്ലാം തയ്യാറാക്കിക്കോ, ഇവനെ എവിടെ നിന്ന് എങ്ങും പോകണില്ല, ഇവൻ പോവെങ്കിൽ ഇവൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും, അല്ലേ പിള്ളയെ താൻ എന്നെ സഹായിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതെ, പിന്നല്ലാതെ ഞാൻ വീണിട്ടേ രാഘവൻ സാർ വീഴുകയുള്ളൂ എന്നിങ്ങനെ പിള്ളയും പറയുന്നുണ്ട്. എല്ലാവരും ചിരിക്കുകയാണ്. തുടർന്ന് ചോക്ലേറ്റൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം എന്തേ പോണില്ലേ എന്നിങ്ങനെ വിഷ്ണുവിനോട് പിന്നെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അല്ലെങ്കിൽ ചെല്ല്, നീ അങ്ങോട്ട് ചെല്ല്, അവിടുത്തെ മക്കാടുകാർക്ക് എല്ലാവർക്കും ഒരു കൂട്ടാവുമല്ലോ, അങ്ങോട്ട് ചെന്നിരി എന്നിങ്ങനെ രാഘവൻ നായർ കളിയാക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ചിരിക്കുമ്പോൾ വിഷ്ണു പറയണേ അത്ര വലിയ തമാശയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട് എന്നിങ്ങനെ രാഘവൻ നായരും പറയുകയാണ്. അന്നേരം ചുമ്മാ അല്ല അമ്മ പറയുന്നത്, നല്ല കൂത്ത് തന്നെയെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തമാശ പോലെ അങ്ങനെ സംസാരം, അങ്ങനെ എല്ലാവരും നിന്നങ്ങ് ചിരിക്കുന്നുണ്ട്, ആ ഒരു സന്തോഷം പോലെ.
തുടർന്ന് രാഘവൻ നായരും പിള്ളയും കൂടി തിരിച്ച് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഭാമയ്ക്കുള്ള ഭക്ഷണവും പായസവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. വന്നിറങ്ങുമ്പോൾ ഭാമ എത്തിയിട്ടില്ല എന്നുള്ളൊരു ആശ്വാസത്തോടെയാണ് അകത്തേക്ക് കയറുന്നത്. ഭാഗ്യം ഭാമ എത്തിയിട്ടില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഭാമ അകത്തു നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊന്ന് നടക്കാൻ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ എവിടം വരെ നടന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. രാഘവൻ നായർക്ക് കള്ളം പറയാനായിട്ട് തോന്നുന്നില്ല. അതേ ഭാമയെ ഒന്നും തോന്നരുത്, അവനും മക്കളും കൂടി ഒരേ വിളിയായിരുന്നു, വരില്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. നമ്മുടെ മകൻ്റെ പിറന്നാളായിട്ട് നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അവന് ഒരാഗ്രഹം കാണില്ലേ, അപ്പോൾ ഞാൻ കൂടി എതിര് നിന്നാൽ അവനതങ്ങ് സങ്കടവും, അതുകൊണ്ട് ഞാൻ പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളോട് ഞാൻ പോകരുതെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വന്ന് കയറിയപ്പോൾ നിങ്ങളെയും കാണാനില്ല, ഇവിടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനെയും കാണാനില്ല എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അവളെവിടെ പോയി, നമ്മൾ പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ തോന്നിയതുപോലെയല്ലേ എല്ലാവരുടെയും പോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് അങ്ങോട്ട് പോകരുതെന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം നീ വരണമായിരുന്നു ഭാമ, എന്ത് നല്ല ഭക്ഷണമായിരുന്നെന്നറിയാമോ, പിന്നെ അവൾ എന്തോരം ഇതായിട്ടാണെന്നറിയാമോ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അവിടെ ഒരു മേളം തന്നെയായിരുന്നു എന്നിങ്ങനെ പിള്ളയും പറയുന്നുണ്ട്. അന്നേരം നല്ല പായസമായിരുന്നു, ഗോതമ്പായിരുന്നു പായസം, മധുരം തീരെ കുറച്ച്, എനിക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ മരുമകൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് അപ്പാടയും കുടിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരവും പിള്ളയും പറയണം, ഇഞ്ചിക്കറിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കിയത് കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഉണ്ടാക്കിയത് കുടുംബശ്രീ ശാരദയുടെ മകളല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെ കുറിച്ചും അങ്ങ് പ്രശംസിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. പൊന്നി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അതുമാത്രമല്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ പറയുന്നുണ്ട്, എല്ലാവരും കൂടി കളിച്ചും ചിരിച്ചും ആ ഒരു സന്തോഷം നീ കൂടി വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് രാഘവൻ നായർ ആ ഒരു സംഭവം ആലോചിക്കുകയാണ്. അന്നേരമാണ് ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നത് രാഘവൻ നായർ ഓർക്കുന്നതായിട്ട്. വിഷ്ണുവും ശാലിനിയും ജയശ്രീയും വിളമ്പുന്നുണ്ട് എല്ലാവർക്കും. പിള്ളയും രാഘവൻ നായരും വിഷ്ണുവും കുട്ടികളും കൂടി ചേർന്ന് നിന്ന് കഴിക്കുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, എന്തൊരു വെപ്രാളമായിരുന്നു പോകാനായിട്ട്, ഇപ്പോഴത്തെ പിറന്നാളുകാരന് ഒരു വെപ്രാളം ഇല്ല എന്ന്. അന്നേരം അതൊക്കെ പിന്നെ വിഷ്ണു കുഞ്ഞിൻ്റെ ഓരോ നമ്പരല്ലായിരുന്നു അല്ലേ സാറേ എന്നിങ്ങനെ പിള്ള പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അതേ വിഷ്ണു അച്ഛന് 1 നമ്പരല്ല 2 നമ്പറുണ്ട്, ഒന്നിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മറ്റേ കിട്ടുമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവരെല്ലാവരും കൂടി ചേർന്ന് വിഷ്ണുവിനെ അങ്ങ് കളിയാക്കുന്നുണ്ട്. വിഷ്ണു ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണം ഇരുന്നങ്ങ് കഴിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, പിന്നെ ഇവന് സ്വന്തമായിട്ടുള്ള നമ്പരായിരുന്നു ആദ്യമൊക്കെ കാണിച്ചത്, ഇതെല്ലാം വേറെ ഇറക്കിയതാണെന്നൊക്കെ രാഘവൻ നായർ പറഞ്ഞ് കളിയാക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട്, അച്ഛൻ വന്നിട്ട് 3-4 മണിക്കൂറല്ലേ ആയുള്ളൂ, ഇത്രയല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പോൾ ദിവസവും കൂടെയുള്ള ഞാൻ എന്തോ ഒരു സഹിക്കുന്നു, മറ്റേത് വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ അതേ കളക്ടറേറ്റിലും ഉണ്ട്, ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, കളക്ടർക്ക് ഡ്രൈവറെ മാറ്റാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടാകുന്നതാണ്. അന്നേരം സ്പോട്ടിൽ മാറ്റുകയൊക്കെ ചെയ്യാം, വേറെ ആളെ നിയമിക്കുകയും ചെയ്യാം, പിന്നെ ഞാൻ എന്തിനും മറ്റൊരാളുടെ കഞ്ഞി കൂടി മുട്ടിക്കണം എന്നിങ്ങനെ ശാലിനി എല്ലാം കളിയാക്കിയാണ് ചോദിക്കുന്നത്. വിഷ്ണു ഒന്നും മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം പിന്നെ പിള്ള ചോദിക്കുന്നുണ്ട്, അപ്പോൾ കളക്ടർ ഇപ്പോൾ കഞ്ഞിയാണോ കുടിക്കുന്നതെന്ന്. അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ അപ്പോൾ ഫുൾ കോമഡി ആണല്ലോ, എല്ലാവരും കൂടി വളഞ്ഞിട്ടുള്ള ആക്രമണമാണല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതെല്ലാത്തിനും ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിള്ളയും പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. അന്നേരം വൈകുന്നേരത്തെ വ്യാപാരമേളയ്ക്ക് പോകണമെങ്കിലേ ഞാൻ തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അതേ മോളെ നീ ടാക്സി വിളിച്ച് പോയാൽ മതി, ഇവനെ താങ്ങി എന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷകരമായത്, അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്നതും സാധോടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷം രാഘവൻ നായർ ഇങ്ങനെ മനസ്സിൽ കണ്ടിരുന്ന് അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പിള്ളയാണെങ്കിൽ കൊണ്ടുവന്ന അഭിക്ഷേപ്പറും പായസമൊക്കെ നീട്ടുകയാണ്. ഇത് സത്യാമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, പായസം വരെ ഉണ്ട്, മോനും മരുമകളും കൂടി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം തന്നയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതങ്ങോട്ട് അകത്തേക്ക് വെക്കുകയെന്ന് പറയുകയാണ്. അന്നേരം ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഈ സത്യഭാമ കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്, രാഘവേട്ട നിങ്ങൾക്ക് എന്തോന്നിൻ്റെ സുഖേടാണ്, ഞാൻ പറഞ്ഞതല്ലേ പോണ്ടാന്ന്, എന്നിട്ട് നിങ്ങൾ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ പിള്ള പറയുകയാണ്, സത്യമേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി എന്തിനാ രാഘവ സാറിനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമയുടെ ദേഷ്യം മുഴുവൻ പിള്ളയോടാണ്. എന്നിട്ട് പിന്നെ താനാണ് ഇതിനൊക്കെ കാരണം, തനിക്ക് ഞങ്ങളെക്കാൾ വെപ്രാളം തനിക്കായിരുന്നല്ലോ പോകാനായിട്ട്, എന്നിട്ട് അവളുടെ ഭക്ഷണത്തിൻ്റെ മേന്മ ഇവിടെ കൂടി പറഞ്ഞിരിക്കുന്നു അല്ലേ എന്നും പറഞ്ഞിട്ട് തന്നെ മേനില ഇനി ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ദേഷ്യത്തോടെ ഈ പിള്ളയുടെ തൊള്ളൊരു നേരിയതുണ്ടല്ലോ അതിങ്ങനെ വലിച്ചെടുത്ത് തറയിലേക്കും കളയുകയാണ്. അന്നേരം പിള്ളയ്ക്ക് ആകപ്പാടെ വിഷമാവുന്നുണ്ട്. പൊന്നിക്കും രാഘവൻ നായർക്കും ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും
ഇനി മേലാൽ തന്നെ ഇവിടെ കണ്ടുപോകരുത്, താനാണ് രാഘവേട്ടനെ കൂടി കൊണ്ടു നടന്ന് ചീത്തയാക്കുന്നതെന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ഭാമ ഭ്രാന്ത് പിടിച്ചോ എന്നിങ്ങനെ രഘുനന്ദൻ ചോദിക്കുകയാണ്. അന്നേരം ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. അന്നേരം പിള്ളയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം രഘുനന്ദൻ നേരിയതെടുത്ത് തറയിൽ കിടന്ന് നേരിയതെടുത്ത് കൊടുത്തിട്ടേടോ അവൾ പറയുന്നതൊന്നും താൻ കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇല്ല രാഘവൻ സാറേ, ഞാൻ മനസ്സിലാക്കാതിരുന്നതാണ്, അന്നേ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണം മോഹിച്ചല്ല നിങ്ങളുടെ കൂടെ നിന്നത്, സ്നേഹം മോഹിച്ച് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, നമ്മൾ കൊടുക്കുന്നത് പോലെ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കാനായിട്ട് പാടില്ല, ഞാൻ പോവുകയാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ള സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം എടോ പിള്ളയെന്നൊക്കെ രാഘവൻ നായർ ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ ശ്രമിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷേ പിള്ള അത് കേൾക്കാതെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. പിള്ള ഗേറ്റിനടുത്ത് എത്തുമ്പോഴത്തേക്കും നസീറിൻ്റെ വണ്ടി അവിടേക്ക് കയറുന്നുണ്ട്. അന്നേരം പിള്ള ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് കയറുന്ന അബൂബക്കർ ആണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. രാഘവനാരോട് ചോദിക്കുകയാണ്, നൂർജഹാൻ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം വീണ്ടും നിങ്ങളോട് മര്യാദയ്ക്കല്ല ഞാൻ ചോദിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സത്യഭാമ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നൂറ് ഇവിടെ എങ്ങനെ കാണാനാണ്, അവളുടെ വീട്ടിൽ പോയി തിരക്കണമെന്ന് പറയുകയാണ്. അന്നേരം സുബൈദയും ആദ്യം എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പിന്നെ അത് എൻ്റെ ഈ കൈയുടെ ചൂടറിഞ്ഞപ്പോൾ അവൾ സത്യം പറഞ്ഞു, അവളെ ഇവിടെ കൊണ്ടാക്കി എന്ന് പറയുന്നുണ്ട്, ഇവിടെ കൊണ്ടാക്കിയതാണെന്ന് പറഞ്ഞു എന്ന്. അന്നേരം രാഘവനാർ പറയുന്നുണ്ട്, തന്നോട് മര്യാദയ്ക്കാണ് പറഞ്ഞത്, ഇവിടെ ഇല്ല, സംശയം ഉണ്ടെങ്കിൽ താൻ കയറി നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ അവളെ തിരക്കി വരുന്നത്, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ അവളിവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കയറി നോക്കുമെന്ന് പറഞ്ഞിട്ട് നൂർജഹാനെ എന്ന് വിളിച്ചുകൊണ്ട് നസീറിൻ്റെ വാപ്പ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ജീവിക്കാനായിട്ട് സമ്മതിക്കില്ല അല്ലേ, പ്രശ്നങ്ങളാണല്ലോ എന്നും പറഞ്ഞ് ഫാമ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഫാമയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം പൊന്നിയോട് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നൂർജഹാനാണെന്ന് പറഞ്ഞ് പൊന്നി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ആ നൂറയിൽ നിന്ന് ഇങ്ങനെ ഫാമ സംസാരിക്കുമ്പോൾ സത്യമേ ഞാൻ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്, പിന്നെ മാമ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അനു എന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. അകത്തേക്ക് നസീറിൻ്റെ വാപ്പ കയറിപ്പോയല്ലോ, ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നൂറ് ഫാമയോട് പറഞ്ഞല്ലോ ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന്, അതിനി നസീറിൻ്റെ വാപ്പയോട് പറയുമോ എന്നുള്ളതാണ്. അതോ ഇനി നസീറിൻ്റെ വാപ്പ അവിടെ കുടുംബശ്രീയിൽ തിരക്കി പോകുമോ എന്താണെന്നുള്ളതൊക്കെയാണ്. ഇനിയാണ് വ്യാപാരമേളയിൽ പോകുമ്പോൾ വൈകുന്നേരം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒരുപാട് സന്തോഷിച്ചല്ലോ ഒരു പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച്, ഇനി ആ ഒരു ചെറിയ ദുഃഖം കൂടി അന്നുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അതെങ്ങനെ കലാശിക്കും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.